ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും ടിക്ടോക്ക് വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഞാൻ യൂട്യൂബ് നന്നായിട്ട് കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു. പക്ഷേ ഞാനൊരു ഒരു 5-6 മാസം മുൻപ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമായിരുന്നു ഹെയർ പോവുക. ഹെയർ വളരെയധികം കയ്യിൽ നമ്മൾ മുടി പിടിച്ചാൽ കൂടെ മുടി നിറയെ കയ്യിലേക്ക് വരിക. ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്കും ആ പ്രശ്നം ഒരു 5-6 മാസം മുൻപൊക്കെ ഭയങ്കര ഞാനൊരു മെൻ്റലി എനിക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മുടി ഇവിടെ 10 മുടി 5 മുടി ഉണ്ടാവും. ഇവിടെയൊക്കെ ഷർട്ടിൻ്റെ ബാക്കിലൊക്കെ മുടിയൊക്കെ നന്നായി കൊഴിയുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ട് എല്ലാ ഹോസ്പിറ്റലും നോക്കി. കെയറിൽ ഇപ്പോൾ നോക്കി. അവിടെ ബഡ്ജറ്റ് കൂടുതലായിരുന്നു. പിന്നെ സ്റ്റോപ്പായി നിർത്തി, വേണ്ടത് വെച്ചു. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നുണ്ട്, എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊന്നും അറിയാതെയിരുന്നു. പിന്നെ ശരി, ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനോട് ചോദിച്ചു, ഞാൻ തനിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഇത് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഇവിടെ ഓക്കെ ആണ്, ഇവിടെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ശേഷം യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം എനിക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇനി മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്നായിരുന്നു എൻ്റെ ധാരണ. അങ്ങനെ ഫസ്റ്റ് ടോഫിക്കറിൻ്റെ എൻ്റെ ഫയൽസ്, എൻ്റെ സ്കാൻ റിപ്പോർട്ട്സ്, എൻ്റെ എല്ലാ റിപ്പോർട്ട്സും അതിലുണ്ട്. അപ്പോൾ എനിക്ക് ബജാജ് EMI ആയിരുന്നു തന്നത്, 0 EMI. അപ്പം ഞാൻ അതിൽ എന്ത് ചോദിച്ചു ഫസ്റ്റ് സെക്ഷൻ ഇതാണ്. ഫസ്റ്റ് സെക്ഷനിൽ ഇതെല്ലാം യൂസ് ചെയ്യണം. അതായത് സ്പ്രേ വന്നിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് സ്പ്രേ യൂസ് ചെയ്യാൻ പറയും. പിന്നെ ഈ ഓയിൽ ഇതാക്കിയിട്ട് മസാജ് ചെയ്യാൻ പറയും. ഈ ഫസ്റ്റ് സെക്ഷൻ ഞാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഈ കൊഴിച്ചിൽ നിന്ന് കുറച്ച് പ്രശ്നം കിട്ടി. ഓക്കെ, പിന്നെ ഞാൻ സെക്കൻഡ് യൂസ് ചെയ്തു. ഇപ്പോൾ തേർഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേർഡ് എങ്ങനെയാണ്, ഞാൻ സെക്കൻഡൊക്കെ യൂസ് ചെയ്തു. തേർഡ് എങ്ങനെയാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏറ്റവും അധികം കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ കറക്റ്റായി ഇതിൻ്റെ കൂടെ കറക്റ്റായിട്ട് എടുത്താൽ മതി. ഇതും കഴിയണേ, എൻ്റെ ഇനി 4th സെക്ഷനാണ് അപ്പോൾ വരിക എനിക്ക്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ പറയും. മസാജ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല യൂസാണ് കിട്ടുന്നത്. അപ്പോൾ മുടി കുറച്ചിൽ സ്റ്റോപ്പായിട്ടോ. ഇപ്പം ചെറിയ ബേബി ഹെയർ എനിക്ക് വരാൻ തുടങ്ങി. ഈ ഭാഗത്തൊക്കെ ഉണ്ട് ബേബി ഹെയർ. ഇത് എവിടെ ഈ ഓയിൽ തട്ടണോ അവിടെയൊക്കെ ബേബി ഹെയർ വരും. ഈ സൈഡൊക്കെ ബേബി ഹെയർ ഉണ്ട് എനിക്ക്. അപ്പോൾ ക്യാഷ് കൂടുതലാണ് ഇവിടെ, ബഡ്ജറ്റ് വളരെയധികം കൂടുതലാണ്. നമ്മൾ സാധാരണ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്നെ പോലെയുള്ള സംബന്ധിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് കൊഴിയുമ്പോഴേക്കും ഞാൻ പോയിട്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു. കൊഴിഞ്ഞതും ഞാൻ പോയി ജസ്റ്റ് ഇങ്ങനെ കൊഴിയുന്നുണ്ട്, തിക്നെസ് ഇല്ല, ഇതൊക്കെയായിരുന്നു. ഇപ്പോഴൊക്കെ കുറച്ച് കുഴപ്പമില്ലാതിരിക്കുകയാണ്. തിക്നെസ്സൊന്നും എനിക്ക് വിഷയമില്ലാതിരിക്കുകയാണ്. കാരണം മുടി നമ്മുടെ ഒരു കോൺഫിഡൻസ് തകർക്കും. 4 മാസത്തിൻ്റെ കഴിക്കേണ്ട സംഭവം ഇത് കഴിഞ്ഞാൽ പിന്നെയും വാങ്ങേണ്ട ഒരു ദൈവമേയോട്ട് പേടിച്ചിട്ടാണ് ഞാൻ അതിനെ ഒരു 7 മാസത്തേക്ക് കുറച്ച് യൂസ് ചെയ്ത് ആഴ്ചയ്ക്ക് 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഫുള്ളായി യൂസ് ചെയ്യണ്ട. സമയം എടുക്കുമ്പോൾ നമുക്കങ്ങനെ കുറയ്ക്കാൻ പറഞ്ഞു തരും. ടൈം ആകുമ്പോൾ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടു. ഇനി ഒരു 2 മാസത്തെ ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഹെയർ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ദയവ് ചെയ്ത് എല്ലാ ഓയിലെടുത്ത് തലയിൽ തെക്കൽ വളരെയധികം നഷ്ടം നമുക്ക് മുടിൻ്റെ ഹെയറിൻ്റെ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ നഷ്ടമാവും. ഇപ്പോൾ നമുക്ക് കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ 1 ലക്ഷം 2 ലക്ഷം കൊണ്ട് ചിലവാക്കുന്നുണ്ട്. ഹെയറും എല്ലാവർക്കും വേണ്ടതാണ്, പക്ഷേ നമ്മൾക്കും വേണം എന്നുള്ളവർ ഞാൻ ഉദ്ദേശിച്ച് കെയറിൽ കുറച്ച് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് പൈസ കൂടുതലാണ്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് പക്ക. ഇപ്പം ഞാൻ മാസം സ്കാനിങ്ങിന് പോകുന്നുണ്ട്, ജസ്റ്റ് നോക്കുന്നുണ്ട്. 1 മന്ത് കഴിഞ്ഞാൽ അവർ വരാൻ പറയുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് തോന്നുന്നു. ഞാൻ തമിഴ്നാടാണ് കെയർ ക്ലിനിക്കിൽ പോയത്. പക്ക നല്ല ക്ലിനിക്കാണ്. അപ്പോൾ എൻ്റെ ഇതൊക്കെയാണ്, സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹെയർ ഞാൻ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറയാം. പിന്നെ കറുകാപ്പല ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുക.
തലേദിവസം കറുകപ്പലിനെ വെള്ളത്തിലിട്ട് വയ്ക്കുക, രാവിലെ എണീച്ച് നല്ല തിളപ്പിച്ചിട്ട് ആറിയ ശേഷം കുടിക്കുക. ഇതൊക്കെ മുടിക്ക് നല്ലതാണ്. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ ഈ ഓയിൽ തേക്കുന്നത് കൊണ്ട് ചെറിയ ഉള്ളി ഒന്നും തേക്കാറില്ല. ഹെയർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹെയർ നന്നായി യൂസ് ചെയ്യുക. ഹെയർ നന്നായി യൂസ് ചെയ്യല്ല, ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയിൽ നല്ല നല്ല ഹോസ്പിറ്റലുകാർക്ക് നല്ല നല്ല എനിക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.